VBY-ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക് മോട്ടോർ വെഹിക്കിളിലെ വീൽസ് ആൻഡ് ടയേഴ്സ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് ഡിഫക്റ്റ്? ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഡിഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ cracked threads, option B wear on the center, option C feather edge, option D bald spot wear. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഡിഫക്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഒരു ടയറാണ്. ടയറിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് വിയർ സംഭവിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ടയറിൻ്റെ വിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടയർ വിയർ സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 5 ടൈപ്സ് ഉണ്ട്. അവയൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. റാപ്പിഡ് വിയർ അറ്റ് സെൻറ്റർ, ക്രാക്ക്ഡ് ത്രെഡ്സ്, വിയർ ഓൺ വൺ സൈഡ്, ഫെദർ എഡ്ജ്, ബാൾഡ് സ്പോട്സ് വിയർ എന്നിങ്ങനെ 5 നമ്മൾ ടയർ വിയേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാപ്പിഡ് വിയർ അറ്റ് സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പെട്ടെന്ന് വീലിൻ്റെ അല്ലെങ്കിൽ ടയറിൻ്റെ സെൻറ്റർ തേയ്മാനം സംഭവിക്കുക. അടുത്തതാണ് ക്രാക്ക്ഡ് ത്രെഡ്സ്. അപ്പോൾ ക്രാക്ക്ഡ് ത്രെഡ്സ് എന്ന് പറയുന്ന ത്രെഡ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, തേയ്മാനം സംഭവിക്കുക. ദെൻ വിയർ ഓൺ വൺ സൈഡ്, ഒരു സൈഡ് വിയർ സംഭവിക്കുക. ദെൻ ഫെദർ എഡ്ജ് പറഞ്ഞ എഡ്ജുകളിലായിട്ട് കൂടുതൽ വിയർ സംഭവിക്കുന്നതിനാണ്. ദെൻ അടുത്താണ് ബാൾഡ് സ്പോട്സ് വിയർ. ബാൾഡ് സ്പോട്സ് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ ഓരോ സ്പോട്ടുകളിലായിട്ട് വിയർ സംഭവിക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓരോ സ്പോട്ടുകളിലാണ് വിയർ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബാൾഡ് സ്പോട്സ് വിയർ ആണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ടയർ വിയേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഓരോ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ആസ്പെക്ട് റേഷ്യോ ഇൻ ദി ടയർ സ്ട്രക്ചർ? ഒരു ടയർ സ്ട്രക്ചറിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ പെർസെൻറ്റേജ് റേഷ്യോ ഓഫ് ടയർ ഹൈറ്റ് ടു റിം വിഡ്ത്ത്, ഓപ്ഷൻ ബി റേഷ്യോ ബിറ്റ്വീൻ ടയർ ഹൈറ്റ് ടു ടയർ ഡയ, ഓപ്ഷൻ സി പെർസെൻറ്റേജ് റേഷ്യോ ഓഫ് ടയർ ഹൈറ്റ് ടു ടയർ വിഡ്ത്ത്, ഓപ്ഷൻ ഡി റേഷ്യോ ബിറ്റ്വീൻ ടയർ വിഡ്ത്ത് ടു റിം വിഡ്ത്ത്. അപ്പോൾ ഒരു ടയർ സ്ട്രക്ചറിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ടയർ ഹൈറ്റ് ടു ടയർ വിഡ്ത്ത് ആയിരിക്കും. ടയർ ഹൈറ്റും ടയർ വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഒരു ടയറിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. പെർസെൻറ്റേജ് റേഷ്യോ ഓഫ് ടയർ ഹൈറ്റ് ടു ടയർ വിഡ്ത്ത് ആണ് ടയറിൻ്റെ ആസ്പെക്ട് റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ദ ടയർ ഹൈറ്റ് ഈസ് കാൽക്കുലേറ്റഡ്? എങ്ങനെയാണ് ഒരു ടയർ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ റിം ഡയ മൈനസ് ടയർ ഔട്ടർ ഡയ, ഓപ്ഷൻ ബി ടയർ ഔട്ടർ ഡയ മൈനസ് റിം ഡയ, ഓപ്ഷൻ സി ത്രെഡ് വിഡ്ത്ത് പ്ലസ് ടയർ വിഡ്ത്ത്, ഓപ്ഷൻ ഡി ടയർ വിഡ്ത്ത് പ്ലസ് ബെഡ് സർക്കിൾ ഡയ. ഇതിലേതാണ് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടയർ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വ്യക്തമാണ്, അതായത് ടയറിൻ്റെ ഔട്ടർ ഡയ. ടയറിൻ്റെ ഔട്ടർ ഡയ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറം ഭാഗമുള്ള ആ ഒരു ഡയമീറ്ററാണ്. ദെൻ അതിനുള്ളിലാണ്, ടയറിനുള്ളിലായിട്ടാണ് നമ്മൾ എന്ത് ഫിറ്റ് ചെയ്യുക, റിം ഉണ്ടായിരിക്കുക. അപ്പോൾ ആ റിമ്മിൻ്റെ ഡയ കുറച്ച്, അതായത് ടയർ ഔട്ടർ ഡയയിൽ നിന്നും റിമ്മിൻ്റെ ഡയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടയർ ഹൈറ്റ് എന്ന് പറയുന്നത്. ടയർ ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടയർ ഔട്ടർ ഡയയിൽ നിന്നും റിം ഡയ കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ടയർ ഔട്ടർ ഡയ മൈനസ് റിം ഡയ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ടയർ റെഫേർഡ് ആസ് ക്രൗൺ? ടയറിൻ്റെ ഏത് പാർട്ടാണ് ക്രൗൺ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ത്രെഡ് വിഡ്ത്ത്, ഓപ്ഷൻ ബി റിം വിഡ്ത്ത്, ഓപ്ഷൻ സി ടയർ വിഡ്ത്ത്, ഓപ്ഷൻ ഡി ത്രെഡ് റേഡിയസ്. ഇതിലേതാണ് ക്രൗൺ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രൗൺ എന്ന് പറയുന്നത്, നോർമലി ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരീടം അല്ലെങ്കിൽ കിരീടം എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഒരു ടയർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പുറം ഭാഗമാണ്
നമ്മൾ ക്രൗൺ എന്ന് വിളിക്കാം. പുറം ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഏറ്റവും പുറത്തുള്ളത് എന്താണ്? ത്രെഡാണ്. അപ്പം ത്രെഡിൻ്റെ ആ ഒരു റേഡിയസിനെ വിളിക്കുന്നതാണ് ക്രൗൺ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ത്രെഡ് റേഡിയസിനാണ് നമ്മൾ ക്രൗൺ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ദി കാസ്റ്റ് വീൽ? ചിത്രത്തിൽ ഒരു കാസ്റ്റ് വീൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടയർ, ഓപ്ഷൻ ബി റിം, ഓപ്ഷൻ സി ട്യൂബ്, ഓപ്ഷൻ ഡി ഹബ്. ഇതിലേതാണ് എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ ഓപ്ഷനിലുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടയർ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് നമ്മൾ ടയർ എന്ന് പറയുന്നത്. ദെൻ റിം എന്ന് പറയുന്നത് അതിനോട് തൊട്ടടുത്തുള്ള ഈ ഒരു പോർഷനാണ് റിം എന്ന് നമ്മൾ പറയാം. ദെൻ ട്യൂബ് ടയറിനകത്തുള്ള ഈ ഒരു പോർഷനാണ് എന്ത്? ട്യൂബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്ച്വലി അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ 3 ഓപ്ഷൻസും നമുക്ക് കിട്ടി. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഹബ്ബാണ്. ഇതാണ് ഹബ്ബ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹബ്ബാണ് ആൻസർ. ദെൻ ഒരു ഭാഗം കൂടി ഉണ്ട് ഇവിടെ. ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്നതാണ് സ്പോക്ക്. ഇത് നമ്മൾ സ്പോക്ക് എന്ന് വിളിക്കും. ഇത്രയാണ് മെയിനായിട്ടൊരു കാസ്റ്റ് വീൽ അല്ലെങ്കിൽ അലോയ് സ്റ്റീലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇവിടെ എയർ നിറയ്ക്കാനുള്ളൊരു വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി നെയിം ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോസ്റ്റ് പ്രൊട്രൂഡിങ് പോർഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ടയർ? അപ്പോൾ എന്താണ് ഏറ്റവും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രൊട്രൂഡിങ് പോർഷൻസിൻ്റെ രണ്ട് സൈഡ് അല്ലേ? ഒരു ടയറിൻ്റെ രണ്ട് ഭാഗത്തും തമ്മിലുള്ള രണ്ട് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോർഷനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടയർ ഔട്ടർ ഡയമീറ്റർ, ഓപ്ഷൻ ബി ടയർ ഹൈറ്റ്, ഓപ്ഷൻ സി ടയർ വിഡ്ത്ത്, ഓപ്ഷൻ ഡി ത്രെഡ് റേഡിയസ്. അപ്പോൾ ഒരു ടയറിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഏറ്റവും പുറമേയുള്ള രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ആ പോർഷൻസ് പ്രൊട്രൂഡിങ് പോർഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടയർ വിഡ്ത്താണ്. അപ്പോൾ ടയർ വിഡ്ത്താണ് നമ്മൾ ഇത്തരത്തിൽ ഏറ്റവും പ്രൊട്രൂഡിങ് പോർഷൻസിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ടയർ വിഡ്ത്താണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ദി വീൽ റിം? ചിത്രത്തിലൊരു വീൽ റിം കാണിച്ചിട്ടുണ്ട്. ഇതിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഈ ഒരു പോർഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വാൽവ് സ്റ്റെം, ഓപ്ഷൻ ബി വീൽ ഹബ്, ഓപ്ഷൻ സി പ്രഷർ സെൻസർ, ഓപ്ഷൻ ഡി ബെഡിങ് എഡ്ജ്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു റിമ്മാണ് കാണിച്ചിട്ടുള്ളത്. നോർമലി ഒരു റിമ്മിന് ഇത്തരത്തിലൊരു പാർട്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണ്. അപ്പോൾ ഇതിനെ എന്താണ് പറയുക? ഇത് ഒരു സെൻസറാണ്, അതായത് പ്രഷർ സെൻസറോ. ഓപ്ഷനിൽ ഓപ്ഷൻ സി കൊടുത്തുള്ള പ്രഷർ സെൻസറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഒരു ടയറിൻ്റെ അല്ലെങ്കിൽ ഒരു വീലിൽ എത്ര പ്രഷർ ഉണ്ട് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രഷർ സെൻസർ വെക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എയർ പ്രഷർ ചെക്ക് ചെയ്യാൻ നമ്മൾ എവിടെയും പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് എത്രയാണ് പ്രഷർ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ, പ്രഷർ സെൻസർ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ നമ്പർ 14 PR denotes in the tire specification 9 inch into 14 PR? ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 9 ഇഞ്ച് ഇൻറ്റു 14 PR എന്നുള്ളൊരു സ്പെസിഫിക്കേഷൻ, ഒരു ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള 14 PR എന്നുള്ളത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഷോൾഡർ വിഡ്ത്ത്, ഓപ്ഷൻ ബി ബെഡ് സർക്കിൾ ഡയ, ഓപ്ഷൻ സി പ്ലൈ റേറ്റിംഗ്, ഓപ്ഷൻ ഡി ടയർ തിക്നെസ്. ഈ ഒരു 14 PR എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം 9 ഇഞ്ച് ഒരു ടയർ സ്പെസിഫിക്കേഷനിൽ ആദ്യം വരുന്ന പോർഷനാണ് ഒരു 9 ഇഞ്ച് എന്നുള്ള ഒരു ഭാഗം. ഈ 9 ഇഞ്ച് എന്തിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അതായത് ഒരു ഷോൾഡർ വിഡ്ത്താണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഒരു ടയർ സ്പെസിഫിക്കേഷനിൽ ആദ്യം കാണിക്കുന്നത് എന്താണ്? ഷോൾഡർ വിഡ്ത്താണ്. ദെൻ രണ്ടാമതായിട്ട് കാണിക്കുന്നത് ബെഡ് സർക്കിൾ ഡയമീറ്റർ ആണ്. അപ്പോൾ രണ്ടാമത് ഈ ഒരു 14 എന്നുള്ളത് കാണിച്ചിട്ടുള്ളത് ബെഡ് സർക്കിൾ ഡയമീറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ അടുത്ത പോർഷനാണ് 14 PR എന്നുള്ളത്. അപ്പോൾ ഈ PR എന്നുള്ളത് പ്ലൈ റേറ്റിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ PR എന്ന് പറയുന്നത് എന്താണ്? പ്ലൈ റേറ്റിംഗ്. അത് 14 പ്ലൈ റേറ്റിംഗ് എന്നുള്ളതാണ്. പ്ലൈ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പ്ലൈസ്, എത്ര നമ്പർ ഓഫ് പ്ലൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടയറിനുള്ളത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ 14 നമ്പർ ഓഫ് പ്ലേസ് അല്ലെങ്കിൽ പ്ലൈ റേറ്റിംഗ് എന്ന് പറയുന്നത് 14 എന്നുള്ളതാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, പ്ലൈ റേറ്റിംഗ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ദി ഫ്ലാറ്റ് ടൈപ്പ് റിം? അപ്പോൾ ചിത്രത്തിൽ ഒരു ഫ്ലാറ്റ് ടൈപ്പ് റിം കാണിച്ചിട്ടുണ്ട്. ഇതിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെന്റർ പൊസിഷൻ, ഓപ്ഷൻ ബി പ്ലെയിൻ സ്പ്ലിറ്റ് ലോക്കറിംഗ്, ഓപ്ഷൻ സി റിം പ്രൊജക്ഷൻ, ഓപ്ഷൻ ഡി റിം ഔട്ടർ എഡ്ജ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പോർഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു പോർഷനെ വിളിക്കുന്നതാണ് പ്ലെയിൻ സ്പ്ലിറ്റ് ലോക്കറിംഗ്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ സ്പ്ലിറ്റ് ലോക്കറിംഗ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലെയിൻ സ്പ്ലിറ്റ് ലോക്കറിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ദ ടയർ ഈസ് സ്പെസിഫൈഡ്? എങ്ങനെയാണ് ഒരു ടയർ സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഷോൾഡർ വിഡ്ത്ത് ബെഡ് സർക്കിൾ ഡയ പ്ലൈ റേറ്റിംഗ്, ഓപ്ഷൻ ബി ഷോൾഡർ ഡയ ബെഡ് സർക്കിൾ ഡയ പ്ലൈ റേറ്റിംഗ്, ഓപ്ഷൻ സി ഷോൾഡർ വിഡ്ത്ത് ടയർ തിക്നെസ്, ഓപ്ഷൻ ഡി പ്ലൈ റേറ്റിംഗ് ടയർ ഇന്നർ സർക്കിൾ ഡയ ഷോൾഡർ വിഡ്ത്ത്. ഇപ്പോൾ ഒരു ടയറിന് സ്പെസിഫൈ ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്, ഷോൾഡർ വിഡ്ത്ത് ബെഡ് സർക്കിൾ ഡയ പ്ലൈ റേറ്റിംഗ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഫസ്റ്റ് കാണിക്കുന്നത് ഷോൾഡർ വിഡ്ത്ത് ആണ്, ദെൻ ബെഡ് സർക്കിൾ ഡയ കണ്ടു, പിന്നെ പ്ലൈ റേറ്റിംഗ് എന്നുള്ളത്. അത്തരത്തിലാണ് ഒരു ടയർ സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മൾ 9 ഇഞ്ച് ഇൻറ്റു 14 ഇഞ്ച് ദെൻ 14 PR എന്നുള്ളൊരു ഇത് കണ്ടു. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഷോൾഡർ വിഡ്ത്ത് ആണ്, ദെൻ പിന്നെ വരുന്നത് ബെഡ് സർക്കിൾ ഡയമീറ്റർ, ദെൻ പ്ലൈ റേറ്റിംഗ്, ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഷോൾഡർ വിഡ്ത്ത് ബെഡ് സർക്കിൾ ഡയ പ്ലൈ റേറ്റിംഗ് എന്നിങ്ങനെയാണ് ഒരു ടയർ സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് വീൽ കൺസിസ്റ്റ് 2 സെപ്പറേറ്റ് ഡിസ്ക്സ് ആർ ക്ലാംപ്ഡ് ടുഗദർ? അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് വീലിലാണ് 2 സെപ്പറേറ്റ് ഡിസ്കുകൾ തമ്മിൽ ക്ലാമ്പ് ചെയ്തിട്ട് ഉള്ളത്? അപ്പോൾ 2 ഡിസ്കുകൾ തമ്മിൽ ക്ലാമ്പ് ചെയ്തിട്ടുള്ള ടൈപ്പ് വീൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്പ്ലിറ്റ് വീൽ, ഓപ്ഷൻ ബി വയർ വീൽ, ഓപ്ഷൻ സി ഡിസ്ക് വീൽ, ഓപ്ഷൻ ഡി ഹെവി വെഹിക്കിൾ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പ്ലിറ്റ് വീലിലാണ് 2 ഡിസ്കുകൾ തമ്മിൽ ക്ലാമ്പ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, സ്പ്ലിറ്റ് വീൽ. സ്പ്ലിറ്റ് വീലിലാണ് 2 ഡിസ്കുകൾ ക്ലാമ്പ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് വീൽ? ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വീൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിസ്ക് വീൽ, ഓപ്ഷൻ ബി സ്പ്ലിറ്റ് വീൽ, ഓപ്ഷൻ സി ഹെവി വെഹിക്കിൾ വീൽ, ഓപ്ഷൻ ഡി വയർ വീൽ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇതിൻ്റെ സെൻട്രലായിട്ട് കുറേ സ്പോക്കുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് അല്ലെങ്കിൽ സ്പോക്ക് അല്ലെങ്കിൽ വയർ, അപ്പോൾ ഇതിന് ഇത്തരത്തിലുള്ള വീൽസിനെ വിളിക്കുന്നതാണ് വയർ വീൽ അല്ലെങ്കിൽ സ്പോക്ക് വീൽ. ഇവിടെ ഓപ്ഷനിൽ വയർ വീൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വയർ വീലാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവയെ നമ്മൾ സ്പോക്ക് വീൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കോമ്പാക്ട് സ്പെയർ ടയേഴ്സ്? ഒരു കോമ്പാക്ട് ടയേഴ്സിൻ്റെ അല്ലെങ്കിൽ കോമ്പാക്ട് സ്പെയർ ടയേഴ്സിൻ്റെ യൂസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ യൂസ്ഡ് ഫോർ ബ്രേക്ക് ഡൗൺ, ഓപ്ഷൻ ബി യൂസ്ഡ് ഫോർ ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഓപ്ഷൻ സി വിത്ത്സ്റ്റാൻഡ് ഹെവി ലോഡ്, ഓപ്ഷൻ ഡി വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. ഒരു കോമ്പാക്ട് സ്പെയർ ടയേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോമ്പാക്ട് സ്പെയർ ടയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ സമയത്താണ്. പെട്ടെന്ന് അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾ സ്പെയർ ആയിട്ടുള്ള ഒരു കോമ്പാക്ട് സ്പെയർ ടയേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് റേറ്റിംഗ് ഇൻഡിക്കേറ്റ് ദ ബ്രേക്കിംഗ് capabilities ഓഫ് ദി ടയർ ടു ദി കൺസ്യൂമർ?
അപ്പോൾ ഏത് റേറ്റിംഗ് ആണ് ഒരു ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റീസിനെ ടയർ ടു ദി കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റേറ്റിംഗ്, ടയർ റേറ്റിംഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻ എ നോക്കാം, പ്ലൈ റേറ്റിംഗ്. ഓപ്ഷൻ ബി ടയർ റേറ്റിംഗ്. ഓപ്ഷൻ സി ട്രാക്ഷൻ റേറ്റിംഗ്. ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ റേറ്റിംഗ്. അപ്പോൾ ബ്രേക്കിങ്ങിനുമായി ബന്ധപ്പെട്ട റേറ്റിംഗ് പറയുന്ന ഒരു റേറ്റിംഗ് ആണ് ട്രാക്ഷൻ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രാക്ഷൻ റേറ്റിംഗ് എന്നുള്ളതാണ് ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റീസുമായി ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് വീൽ? ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വീൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ വയർ വീൽ, ഓപ്ഷൻ ബി ഡിസ്ക് വീൽ, ഓപ്ഷൻ സി സ്പ്ലിറ്റ് വീൽ, ഓപ്ഷൻ ഡി ഹെവി വീൽ. അപ്പം ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വീല് ഏത് ടൈപ്പ് വീലാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വയർ വീല് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ കണ്ടു, എന്തായാലും വയർ വീലല്ല. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ഡിസ്ക് വീലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിസ്ക് ആണ് ഇതിൻ്റെ മെയിൻ ഭാഗം. ഡിസ്കിൽ എന്ത് ചെയ്യുക, റിമ്മ് കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു വീലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻസർ ഡിസ്ക് വീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് റൺ ഫ്ലാറ്റ് ടയേഴ്സ്? എന്താണ് ഒരു റൺ ഫ്ലാറ്റ് ടയേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്, ലെസ് കോസ്റ്റ് ആൻഡ് മെയിൻ്റെനൻസ്. ഓപ്ഷൻ ബി എലിമിനേറ്റ് ഹെഡ് ഫോർ സ്പെയർ ടയർ ആൻഡ് ജാക്ക്. ഓപ്ഷൻ സി റെസിസ്റ്റ് വൈബ്രേഷൻ. ഓപ്ഷൻ ഡി പ്രൊവൈഡ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്. അപ്പോൾ ഒരു റൺ ഫ്ലാറ്റ് ടയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എലിമിനേറ്റ് ഹെഡ് ഫോർ സ്പെയർ ടയർ ആൻഡ് ജാക്ക് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഇൻ ദ ടയർ? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ടയറിൻ്റെ ഡിഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബാൾഡ് സ്പോട്സ് വിയർ. ഓപ്ഷൻ ബി റാപ്പിഡ് വിയർ അറ്റ് സെൻറ്റർ. ഓപ്ഷൻ സി ഫെദർ എഡ്ജ്. ഓപ്ഷൻ ഡി വിയർ ഓൺ വൺ സൈഡ്. ഇതിൽ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഈ ഡിഫക്റ്റ്, ടയറിൻ്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബാൾഡ് സ്പോട്ട് വിയർ എന്താണെന്ന് നോക്കാം. ബാൾഡ് സ്പോട്ട് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിൻ്റെ ഓരോ സ്പോട്ടുകൾ, ചില പ്രത്യേക സ്പോട്ടുകളിൽ മാത്രം വിയർ സംഭവിക്കുന്നതിനാണ് ബാൾഡ് സ്പോട്ട് വിയർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ദെൻ റാപ്പിഡ് വിയർ അറ്റ് സെൻറ്റർ. റാപ്പിഡ് വിയർ അറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ടയറിൻ്റെ സെൻറ്റർ പോർഷൻ വിയർ സംഭവിക്കുന്നതിനാണ് വിളിക്കുന്നത്. ദെൻ ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ വിയർ ഓൺ വൺ സൈഡ്. വിയർ ഓൺ വൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിൻ്റെ ഒരു ഭാഗം മാത്രം കൂടുതലായിട്ട് തേയ്മാനം സംഭവിക്കുക. ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒന്നുമല്ല, ഇതിൻ്റെ എഡ്ജുകളിലാണ് തേയ്മാനം സംഭവിച്ചിട്ടുള്ളത്. അപ്പം അത്തരം ഡിഫക്റ്റ് ടയർ വിയേഴ്സിന് വിളിക്കുന്നതാണ് ഫെദർ എഡ്ജ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്ത് വിയർ ആണ്, അല്ലെങ്കിൽ എന്ത് ഡിഫക്റ്റ് ആണ്? ഫെദർ എഡ്ജ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ എഫക്റ്റ് ഇൻ കേസ് ഓഫ് ഓവർ ഇൻഫ്ലേറ്റഡ് ടയേഴ്സ്? അപ്പോൾ ഒരു ഓവർ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ടയർ കൊണ്ട് എന്താണ് എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് എഫക്റ്റ് ആണ് ഓവർ ഇൻഫ്ലേറ്റഡ് ടയർ കൊണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടയർ വിൽ വിയർ ഔട്ട് അറ്റ് സെൻറ്റർ. ഓപ്ഷൻ ബി ടയർ വിൽ വിയർ ഔട്ട് അറ്റ് എഡ്ജസ്. ഓപ്ഷൻ സി ടയർ വിൽ ക്രാക്ക് അറ്റ് എഡ്ജസ്. ഓപ്ഷൻ ഡി ടയർ വിൽ ക്രാക്ക് അറ്റ് സെൻറ്റർ. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടയർ വിൽ വിയർ ഔട്ട് അറ്റ് സെൻറ്റർ, ടയറിൻ്റെ സെൻറ്ററിൽ കൂടുതൽ തേയ്മാനം വരും. ഓപ്ഷൻ ബി ടയർ വിൽ വിയർ ഔട്ട് അറ്റ് എഡ്ജസ്, എഡ്ജിൽ കൂടുതൽ പെട്ടെന്ന് വിയർ സംഭവിക്കും. ഓപ്ഷൻ സി ടയർ വിൽ ക്രാക്ക് അറ്റ് എഡ്ജസ്, എഡ്ജസിൽ ക്രാക്കുകൾ സംഭവിക്കും. ഓപ്ഷൻ ഡി ടയർ വിൽ ക്രാക്ക് അറ്റ് സെൻറ്റർ, സെൻറ്ററിൽ ക്രാക്ക് സംഭവിക്കും. ഒരു ഓവർ ഇൻഫ്ലേറ്റഡ് ടയേഴ്സിൽ, അതായത് എയർ കൂടുതലാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റോഡുമായിട്ട് കോണ്ടാക്ട് വരിക സെൻറ്റർ പോർഷൻ, കൂടുതലായിട്ട് റോഡുമായിട്ട് കോണ്ടാക്ട് വരുന്നത് സെൻറ്റർ പോർഷൻ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ടയറിൻ്റെ സെൻറ്റർ പോർഷൻ കൂടുതലായിട്ട് വിയർ സംഭവിക്കും എന്നുള്ളതാണ് ഓവർ ഇൻഫ്ലേറ്റഡ് ടയേഴ്സിൻ്റെ എഫക്റ്റ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ടയർ വിൽ വിയർ ഔട്ട് അറ്റ് സെൻറ്റർ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എയർ നിറയ്ക്കുന്ന സമയത്ത് എന്തായാലും ആ ടയർ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് റോഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ടയറിൻ്റെ സെൻറ്റർ പോർഷൻ ആയിരിക്കും. അപ്പോൾ ആ സെൻറ്റർ പോർഷൻ കൂടുതൽ കോണ്ടാക്ട് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ തേയ്മാനം, അല്ലെങ്കിൽ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുന്നത് സെൻറ്റർ പോർഷൻ ആയിരിക്കും. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ബെഡ്സ് ആൻഡ് പ്ലൈസ് പ്രൊവൈഡഡ് ഇൻ ദി ടയർ. അപ്പോൾ ടയറിൽ കൊടുത്തിട്ടുള്ള ബെഡ്സിൻ്റെയും പ്ലൈസിൻ്റെയും പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ടയർ. ഓപ്ഷൻ ബി പ്രൊവൈഡ് ഗ്രിപ്നെസ് ഓൺ ദി സർഫസ്. ഓപ്ഷൻ സി പ്രിവെൻറ്റ് ടയർ സ്ലിപ്പ്. ഓപ്ഷൻ ഡി റെസിസ്റ്റ് വൈബ്രേഷൻ. എന്താണ് ഒരു ടയറിൽ ബെഡിൻ്റെയും അല്ലെങ്കിൽ പ്ലൈസിൻ്റെയും പർപ്പസ് അല്ലെങ്കിൽ യൂസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഒരു ടയറിൽ ബെഡും പ്ലൈസും കൊടുക്കുന്നത് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ടയറിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടയറിൽ എന്ത് കൊടുക്കുന്നത്, ബെഡും പ്ലൈസും കൊടുക്കുന്നത്. അല്ലെങ്കിൽ നോർമലി നമ്മൾ ആ റബ്ബർ യൂസ് ചെയ്തിട്ടുള്ളത് മാത്രം ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റബ്ബറിൻ്റെ പ്രത്യേകത ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റബ്ബർ മറ്റു ഇതുമായിട്ട് പ്രവർത്തിച്ച് പെട്ടെന്ന് നശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ടയറിനെ ഒന്നുകൂടി സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബെഡ്സും പ്ലൈസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ടയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് റിം ഇൻ ദി വീൽ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഒരു വീൽ കൺസ്ട്രക്ഷനിൽ റിമ്മിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്, ഓപ്ഷൻ എ സപ്പോർട്ട് ദ ആക്സിൽ. ഓപ്ഷൻ ബി പ്രൊവൈഡ്സ് ബാലൻസിങ് ഓഫ് വെഹിക്കിൾ. ഓപ്ഷൻ സി ഹോൾഡ്സ് ദ ടയർ ഇൻ കറക്റ്റ് പൊസിഷൻ. ഓപ്ഷൻ ഡി ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഈക്വലി. എന്തിനു വേണ്ടിയിട്ടാണ് റിമ്മ് വീൽ കൺസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ ഒരു വീലിൽ നമ്മൾ റിമ്മ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഹോൾഡ്സ് ദ ടയർ ഇൻ കറക്റ്റ് പൊസിഷൻ. ടയർ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിമ്മ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ റിമ്മിന് പുറത്തായിട്ടാണ് നമ്മൾ ടയർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ റിമ്മ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഹോൾഡ്സ് ദ ടയർ ഇൻ കറക്റ്റ് പൊസിഷൻ. ടയറിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിമ്മ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് സ്പോക്സ് പ്രൊവൈഡഡ് ഇൻ ദി വീൽ. ഒരു വീലിൽ സ്പോക്സ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്പോക്സിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രൊവൈഡ് ആക്യുറേറ്റ് റൗണ്ട്സ് ഓഫ് റിം. ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂട്ട് പ്രീ ലോഡ് ഇവൻലി. ഓപ്ഷൻ സി പ്രൊവൈഡ് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി ഓഫ് വെഹിക്കിൾ. ഓപ്ഷൻ ഡി സപ്പോർട്ട് ദ ചേസിസ് ഫ്രെയിം ഓഫ് വെഹിക്കിൾ. എന്തിനു വേണ്ടിയിട്ടാണ് സ്പോക്ക്, ഒരു വീലിൽ സ്പോക്കിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ, പ്രൊവൈഡ് ആക്യുറേറ്റ് റൗണ്ട്സ് ഓഫ് റിം. റിമ്മിന് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നതിനുണ്ട്, അല്ലെങ്കിൽ ആ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് റൗണ്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിമ്മ് കൊടുക്കുന്നത്. റിമ്മിനെ റൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോക്സ് കൊടുക്കുന്നത്. അപ്പോൾ സ്പോക്സ് റിമ്മിനുള്ളിലായിട്ടാണ് നമ്മൾ സ്പോക്സ് കൊടുക്കുക. സ്പോക്സ് ആണെങ്കിൽ വയേഴ്സ് കണക്ട് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ദ ടയർ പ്രഷർ സെൻസർ സെക്യൂർഡ് ഇൻ ദി വീൽ അസംബ്ലി. ഒരു വീൽ അസംബ്ലിയിൽ പ്രഷർ സെൻസർ എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെക്യൂർഡ് ഇൻ ദി വീൽ ഹബ്. ഓപ്ഷൻ ബി സെക്യൂർഡ് ഇൻ ദി ടയർ ഔട്ടർ എഡ്ജസ്. ഓപ്ഷൻ സി ബോൾട്ടഡ് ടു മെറ്റൽ വാൾ. ഓപ്ഷൻ ഡി ബോൾട്ടഡ് ടു ദി റിം സെന്റർ. ഒരു പ്രഷർ സെൻസർ എവിടെയാണ് നമ്മൾ സെക്യൂർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നമ്മൾ കണ്ടു. ഒരു പ്രഷർ സെൻസർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി ബോൾട്ടഡ് ടു മെറ്റൽ വാൽവിലാണ്. മെറ്റൽ വാൽവിലാണ് നമ്മൾ പ്രഷർ സെൻസർ ഫിറ്റ് ചെയ്യുന്നത്, ബോൾട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ ഡ്രൈവർ ഈസ് വാണ്ട് ഓഫ് ഡിഫറൻസ് ഇൻ ടയർ പ്രഷർ. എപ്പോഴാണ് ഡ്രൈവർ ടയർ പ്രഷർ വാൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടയർ പ്രഷറിൻ്റെ ഡിഫറൻസ് എത്ര ആവുമ്പോഴാണ് ഡ്രൈവർ വാൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡിഫറൻസ് ഇൻ പ്രഷർ എക്സീഡ്സ് 30%. ഡിഫറൻസ് ഇൻ പ്രഷർ മോർ ദാൻ 10%. ഡിഫറൻസ് ഇൻ പ്രഷർ മോർ ദാൻ 20%. ഡിഫറൻസ് ഇൻ പ്രഷർ എക്സീഡ്സ് 40%. നമ്മൾ പ്രഷർ സെൻസറൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എത്ര വാരിയേഷൻ, ഒരു ടയർ പ്രഷറിൽ എത്ര വാരിയേഷൻ വന്നാലാണ് ഡ്രൈവറെ അത് വാൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡിഫറൻസ് ഇൻ പ്രഷർ എക്സീഡ്സ് 30%. 30%-ൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാലാണ് ഡ്രൈവറെ വാൺ ചെയ്യുന്നത്.